എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്ന്, ലോക്സഭ ടു വിറ്റ്നസ് എ റെയർ കോൺടെസ്റ്റ് ഫോർ സ്പീക്കേഴ്സ് പോസ്റ്റ്. പിന്നെ GS2 പൊളിറ്റി പാർലമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പാർലമെൻറ്റ് നമുക്കറിയാം, പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലക്ഷ്മികാന്തിൻ്റെ ഒരു വലിയ ചങ്ക് ഓഫ് പോർഷൻ എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനെ കുറിച്ചായിരിക്കും ഈ ഒരു ആർട്ടിക്കിളിൽ കൂടുതലും പഠിക്കാൻ പോകുന്നത്. പിന്നെ എഹെഡ് ഓഫ് റോൾ ഔട്ട് ഓഫ് ദി ന്യൂ ക്രിമിനൽ ലോസ്, യൂണിയൻ ഹോം മിനിസ്ട്രി ടെസ്റ്റ് ഇ സാക്ഷ്യ ആപ്പ്. ഓക്കെ, ഇ സാക്ഷ്യ ആപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോലീസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പോലീസിൻ്റെ ഡേറ്റ കളക്ഷൻ മെത്തേഡിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പം അത് GS2 പൊളിറ്റി ക്രിമിനൽ ലോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അത് നമ്മൾ നോക്കും. ഓക്കെ, ഇന്ത്യ നീഡ്സ് ദ ആങ്കർ ഓഫ് എ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട്, അതായത് നമുക്കറിയാം, നമുക്ക് പുതിയ എയർക്രാഫ്റ്റ് കാരിയർ, അതുപോലെ തന്നെ ബോർഡർ ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറേ തിയേറ്റർ കമാൻഡ്സ്, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട്, എക്സ്റ്റേണൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇത് നമ്മുടെ എഡിറ്റോറിയലിലുള്ള ഒരു ആർട്ടിക്കിളാണ്. GS3 ഇൻറ്റേർണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യൂസാണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ലോക്സഭ ടു വിറ്റ്നസ് റെയർ കോൺടെസ്റ്റ് ഫോർ സ്പീക്കേഴ്സ് പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന കാര്യം എന്ന് പറയുമ്പം ഈ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സ്പീക്കറിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്പീക്കർ മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ദ ലോക്സഭ ആയിരിക്കണം. നോ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ആർ പ്രിസ്ക്രൈബ് ബട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോസ് ഈസ് അഡ്വാൻറ്റേജസ്. ഓക്കെ, ടിപ്പിക്കലി എ മെമ്പർ ഓഫ് ദ റൂളിംഗ് പാർട്ടിയാണ് നോമിനേറ്റ് ആകുന്നത് ആൻഡ് എലക്റ്റഡ് ആസ് സ്പീക്കർ ആഫ്റ്റർ ഇൻഫോർമൽ കൺസൾട്ടേഷൻ വിത്ത് അതർ പാർട്ടി ലീഡേഴ്സ് ടു എൻഷുർ ബ്രോഡ് സപ്പോർട്ട്. ഓക്കെ, ഇതിൻ്റെ വോട്ടിംഗ് പ്രോസസ്സ് എന്താ? സ്പീക്കർ ഈസ് എലക്റ്റഡ് ബൈ എ സിമ്പിൾ മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ഇൻ ദ ലോക്സഭ. കാൻഡിഡേറ്റ് ഈസ് യൂഷ്വലി പ്രൊപ്പോസ്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ മിനിസ്റ്റർ ഓഫ് ദ പാർലമെൻ്ററി അഫയേഴ്സ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററാണ് യൂഷ്വലി എന്താണ് ഈ സ്പീക്കർ ആകേണ്ട ആളെ പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സ്പീക്കർ സെർവ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ അൺടിൽ ജസ്റ്റ് ബിഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ നെക്സ്റ്റ് ലോക്സഭ. ടിപ്പിക്കലി എന്താണ്, ഒരു 5 ഇയർ ടേമിലേക്കാണ് സ്പീക്കർ വരുന്നത്. സ്പീക്കറിൻ്റെ പൊസിഷൻ നമുക്ക് റീഇലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ഓക്കെ, അപ്പോൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ സ്പീക്കർ എന്ത് ചെയ്യും? റിമെയിൻസ് ഇൻ ഓഫീസ് അൺടിൽ എ ന്യൂ ലോക്സഭ ഈസ് കൺവീൻഡ്. പുതിയ ലോക്സഭ വരുന്ന ഇപ്പോൾ ഉള്ള ലോക്സഭ ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞിട്ടും സ്പീക്കറിൻ്റെ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യും. പുതിയ ലോക്സഭ വരുന്നവരെ ആ ഒരു സ്പീക്കർ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, റോൾസ് ആൻഡ് പവേഴ്സ് ഓഫ് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റൂൾസ്. അപ്പോൾ സ്പീക്കർ ഈസ് എ ഫൈനൽ ഇൻ്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോക്സഭ റൂൾസ് ആൻഡ് പാർലമെൻ്ററി പ്രസിഡൻസ്. അപ്പോൾ റൂളിംഗ് മെയ്ഡ് ബൈ സ്പീക്കർ എന്ന് പറയുന്നത് റെസ്പെക്റ്റഡ് ആണ്, ബൈൻഡിങ് വിത്തിൻ ദ ഹൗസ് ആയിരിക്കും. ജോയിൻറ്റ് സെഷൻ്റെ കേസിൽ സ്പീക്കർ ആയിരിക്കും ജോയിൻറ്റ് സെഷനെ പ്രിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെഡ് ലോക്സ് റിസോൾവ് ചെയ്യുന്നത് സ്പീക്കറാണ്. അഡ്ജോൺമെന്റ് കേസിൽ സ്പീക്കർ ക്യാൻ അഡ്ജോൺ ദ ഹൗസ് ഓർ സസ്പെൻഡ് മീറ്റിംഗ്സ് ഇഫ് ദ കോറം ഈസ് നോട്ട് മെറ്റ്. അതായത് ടോട്ടൽ സീറ്റ്സിൻ്റെ 10% ആണ് എന്താണ് ഉണ്ടെങ്കിലേ നമുക്കൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ലോക്സഭ സെഷൻ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുമ്പോൾ സ്പീക്കർ ഡസ് നോട്ട് വോട്ട് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ബട്ട് എന്താണ്, ഒരു ടൈ വരുവാണെങ്കിൽ, ഒരു ബില്ല് നമ്മൾ പാസ്സാക്കുമ്പോഴേക്കും ഒരു ടൈ വരുവാണെങ്കിൽ ആ സമയത്ത് ആരാണ് വോട്ട് ചെയ്യുന്നത്? സ്പീക്കറാണ് വോട്ട് ചെയ്യുന്നത്. മണി ബില്ലിൻ്റെ കേസിൽ എന്താണ്, ഒരു ബില്ല് മണി ബില്ല് ആണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സ്പീക്കർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പം മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ സ്പീക്കർ ഡിസൈഡ്സ് ഓൺ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ലോക്സഭ മെമ്പേഴ്സ് ഡ്യൂ ടു ഡിഫെക്ഷൻ അണ്ടർ 10 ഷെഡ്യൂൾ. 10 ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിഫെക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം വേറൊരു പാർട്ടിയിൽ നിന്നിട്ട് എലക്റ്റായി എന്നിട്ട് അയാൾ വേറൊരു പാർട്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെയാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറേ കേസസ് ഉണ്ട്, 3 കേസസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുണ്ട്, അഫിലിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുണ്ട്, ഒരു പാർട്ടിയുടെ മെമ്പർ ആയിട്ട് വേറൊരു പാർട്ടിയിലോട്ട് പോകുന്ന കേസസ് ഉണ്ട്. അതിനെ ഡിഫെക്ഷൻ എന്ന് പറയും. അത് 10 ഷെഡ്യൂളിലാണ് വരുന്നത്. സ്പീക്കേഴ്സ് ഡിസിഷൻ ഈസ് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഇതിൻ്റെ കേസിൽ എന്താണ്, സുപ്രീം കോർട്ടാണ് ഫൈനൽ തീരുമാനം എടുക്കുന്നത്. അപ്പം ഇന്റർ പാർലമെന്ററി ഗ്രൂപ്പിംഗിലെ കേസിൽ അതിൻ്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ സ്പീക്കർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റിയുടെ കേസിൽ സ്പീക്കർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഡയറക്ട്സ് ദ കമ്മിറ്റീസ് ഓഫ് ദ ഹൗസ്
Key committees like Business Advisory Committee, the General Purpose Committee, the Rules Committee operate under the Speaker's chairmanship. അതുകൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. കമ്മിറ്റീസ് ഓഫ് ദ പാർലമെന്റ് ഒരു ടോപ്പിക് കൂടിയാണ്. അതിന്റെ കുറച്ച് ബോഡീസ് സ്പീക്കറാണ് ഹെഡ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഗാർഡിയൻഷിപ്പ് ഓഫ് പ്രിവിലേജസിന്റെ കേസിൽ സ്പീക്കർ പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ദ ഹൗസ്, ഇറ്റ്സ് കമ്മിറ്റീസ് ആൻഡ് മെമ്പേഴ്സ്. സ്പീക്കർ ക്യാൻ റെഫർ ക്വസ്റ്റ്യൻസ് ഓഫ് പ്രിവിലേജ് ടു ദ കമ്മിറ്റി ഓഫ് പ്രിവിലേജസ് ഫോർ എക്സാമിനേഷൻ. ഓക്കെ, അപ്പം പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറയുന്ന സാധനം നമുക്കറിയാമല്ലോ. ക്രിമിനൽ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള സിവിൽ കേസസിന്റെ കേസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിമിനൽ കേസസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം സെഷൻ നടക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പാർലമെന്റിന്റെ മെമ്പറായിട്ട് എലക്ട് ആകുന്ന ആൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് ആണ്. അതിന്റെ ഗാർഡിയൻഷിപ്പ് വരുന്ന ആള് സ്പീക്കറാണ്. ഇതിന്റെ സ്പീക്കറിന്റെ റിമൂവൽ എങ്ങനെയായിരിക്കും? അപ്പോൾ സ്പീക്കർ വെക്കേറ്റ്സ് ഓഫീസ് ഇഫ് നോ ലോങ്ങർ എന്താണ് അയാളൊരു ലോക്സഭാ മെമ്പർ അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യും ഇഫ് റിസൈനിങ് ഓർ ഇഫ് റിമൂവ്ഡ് ബൈ എ മജോറിറ്റി റെസൊല്യൂഷൻ ബൈ ദ ലോക്സഭ. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ പറ്റും. ലോക്സഭാ മെമ്പർ അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എന്താണ് ഒരു മെജോറിറ്റി റെസൊല്യൂഷൻ വഴി അയാളെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ റിമൂവൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 14 day അഡ്വാൻസ് നോട്ടീസ് കൊടുക്കണം. ഡ്യൂറിംഗ് ദ കൺസിഡറേഷൻ ഓഫ് സച്ച് എ റെസൊല്യൂഷൻ സ്പീക്കർ ക്യാൻ ബി പ്രസന്റ് ബട്ട് കനോട്ട് പ്രിസൈഡ് ഓവർ ദ പ്രൊസീഡിങ്. ഈ റിമൂവൽ പ്രൊസീഡിങ്സിനെ പ്രിസൈഡ് ചെയ്യാനായിട്ട് സ്പീക്കറിന് പറ്റത്തില്ല എന്ന് കൂടി ഓർത്തിരിക്കാം. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്ട്രി ഒരു ആപ്പ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഇ സാക്ഷ്യ എന്നാണ് അതിനെ വിളിച്ചേക്കുന്നത്. അതിൻ്റെ പേര് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആസ് ഇന്ത്യ പ്രിപ്പയർസ് ടു ഇംപ്ലിമെന്റ് ന്യൂ ക്രിമിനൽ ലോസ്, ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് is introducing a mobile application named eSaksha. This app is designed to enhance the efficiency and integrity of the police procedures in recording crime scenes and managing evidence. Okay, this development comes in the context of replacing India century-old legal frameworks എല്ലാം മാറ്റിയിട്ട് ഒരു ആപ്പ് ബേസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പോർട്ട്ഫോളിയോയിലൂടെ ഈ ഇൻവെസ്റ്റിഗേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഈ കോണ്ടെക്സ്റ്റ് എന്താണ്? നമുക്കറിയാം, ഭാരതീയ ന്യായ സംഹിത ഇത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്യും. ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെ ഇത് ജൂലൈ 1 തൊട്ടാണ് ഈ ലോസ് ഇംപ്ലിമെന്റ് ആകുന്നത്. ഓക്കെ, നമുക്ക് ഈ IPC, CRPC അങ്ങനെയുള്ളതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് എന്താണ് പുതിയ നെയിമിങ്ങിൽ പുതിയ നിയമങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ സാക്ഷി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്? ഒന്നെന്ന് പറയുന്നത് എയിംസ് ടു ഹെൽപ്പ് പോലീസ് റെക്കോർഡ് ക്രിമിനൽ സീൻസ്, എന്താണ് മാനേജ് സെർച്ച് ആൻഡ് സീഷർ ഓപ്പറേഷൻസ്, അപ്ലോഡ് എവിഡൻസ് ഓൺ എ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം. മറ്റൊന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു പോലീസ് ഒരു ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഫിസിക്കൽ എവിഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ കേസിൽ ഈ ആപ്പിൽ ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു എവിഡൻസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കംപ്ലയൻസ് എന്ന് പറയുമ്പോഴേക്കും BNSS mandates compulsory audio-visual recording of searches, seizures and mandatory forensic examination of offences with punishments of 7 years or more. അപ്പോൾ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെവലപ്പർ എന്ന് പറയുന്നത് NIC ആണ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ ആണ്. ആക്സസിബിലിറ്റി എന്ന് പറയുമ്പം ഓൾ പോലീസ് സ്റ്റേഷൻസിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ട്. പിന്നെന്താ റെക്കോർഡിംഗ് ആൻഡ് അപ്ലോഡ് എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീഷ്യൽസിന് ഈ ക്രൈം സീൻ അപ്ലോഡ് ചെയ്യാൻ ഈ ഫയൽസും എല്ലാം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എവിഡൻസ് ഇവർക്ക് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ റെക്കോർഡിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 4 ലിമിറ്റ്സ് ലോങ് ആണ്. പിന്നെ സെൽഫി റിക്വയർമെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ജസ്റ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്, അത് കൂടുതൽ അറിയണ്ട. ഈ സാക്ഷി ആപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ ഈസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അപ്ലോഡ് ആണ്, റിക്വയർസ് ഗുഡ് കണക്ടിവിറ്റി. പിന്നെ ഡിഫേർഡ് അപ്ലോഡ് ഉണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷനെ ഇമ്പാക്ട് ചെയ്യുന്നത്? ഒന്ന് പറയുന്നത് യൂണിഫോമിറ്റി ആണ്. എൻഷുർ സ്റ്റാൻഡർഡൈസ് പ്രൊസീജിയേഴ്സ് അക്രോസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, എൻഹാൻസ്ഡ് എന്താണ് കൺസിസ്റ്റൻസി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലാസ്റ്റ് ഇയറിലൊക്കെ കറണ്ട് അഫയേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളൊരു നാഷണൽ ഗ്രിഡ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കൂടി ഷെയർ ചെയ്യുന്ന രീതിയിൽ, അവരുടെ ഡേറ്റാസ് എല്ലാം ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു നാഷണൽ ഗ്രിഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് ഈ സാക്ഷി ആപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കറിയാം ഓരോ സ്റ്റേറ്റിൽ പോയി കഴിയുമ്പോഴേക്കും അവരുടെ പോലീസിൻ്റെ യൂണിഫോം തന്നെ നോക്കിയാൽ മതി, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈവൻ ദോ വി ആർ എ സിംഗിൾ കൺട്രി, നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ പോലീസ് ലോസിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ
ബിഹേവിയറിൽ അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിഫോമിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ആപ്പ് വരുമ്പോഴേക്കും എന്ത് പറ്റും, ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയേഴ്സും എല്ലാം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയറായിട്ട് മാറും. പിന്നെ കൺവിക്ഷൻ റേറ്റ് എയിംസ് ടു ഇംപ്രൂവ് കൺവിക്ഷൻ റേറ്റ് ബൈ റെഡ്യൂസിങ് പ്രൊസീജിയറൽ ഇൻഫോർമാലിറ്റീസ്. പിന്നെ ഈ അക്യൂസ്ഡ് പേഴ്സൺസിന് ഈ പെർസിക്യൂഷൻ എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കുറയ്ക്കും. ഓക്കെ, ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഇങ്ങനൊരു ഹാർഡ്വെയറും ക്ലൗഡ് സ്പേസും ഒക്കെ പ്രൊക്യൂർ ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കറിയാം ഇത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് ഫീസ് ഉണ്ട്, മന്ത്ലി റെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോസ്റ്റ് മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആക്സസ് ടു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്. അപ്പം ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പം ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഒന്നും എല്ലാ സ്ഥലത്തും എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ മൗണ്ടനസ് റീജിയനിലൊന്നും ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഈ ഒരു ആക്സസിബിലിറ്റി കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം വരും എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടുണ്ട്. പിന്നെ ചെയിൻ ഓഫ് എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതായത് ഈ എവിഡൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ പ്രൊസീജിയറൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഈവൻ മൈനർ ഇഷ്യൂസ് ഇൻ ഡിജിറ്റൽ എവിഡൻസ് പ്രൊക്യൂർമെന്റ് കുഡ് റിസൾട്ട് ഇൻ ക്രിമിനൽസ് എസ്കേപ്പിംഗ് ജസ്റ്റിസ്. അതായത് നമുക്ക് ഒരിക്കലും ഈ ഒരു ആപ്പിൽ അപ്ലോഡ് ചെയ്ത സാധനമാണ് റിയൽ എവിഡൻസ് എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കോർട്ടിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ മുന്നിൽ വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഫിസിക്കൽ എവിഡൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് എപ്പോഴും ടാമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു എവിഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോറൻസിക് എവിഡൻസിൻ്റെ കേസിൽ ഡിജിറ്റൽ ട്രാൻസിഷൻ ആണ്. മൂവിങ് ടു എ ഫുള്ളി ഡിജിറ്റൽ സിസ്റ്റം ഫോർ ഫോറൻസിക് എവിഡൻസ് റിക്വയർസ് റിഗറസ് ട്രെയിനിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലോ എൻഫോഴ്സ്മെന്റ് പേഴ്സണൽസ്. ലീഗൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോറൻസിക് എവിഡൻസ് മസ്റ്റ് വിസ്റ്റാൻഡ് സ്ക്രൂട്ടനി നോട്ട് ജസ്റ്റ് ഓൺ ക്വാളിറ്റി ബട്ട് ഓൾസോ ഓൺ ദ പ്രോസസ് ഓഫ് എവിഡൻസ് ഹാൻഡ്ലിംഗ് ആൻഡ് സബ്മിഷൻ. അതും കൂടി ഓർത്തിരിക്കാം. അപ്പം ഈ സാക്ഷി ആപ്പ് ആക്ച്വലി എങ്ങനെയാണ് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയേഴ്സിനെ ഈസി ചെയ്യുന്നൊരു മെക്കാനിസമാണ്. ഇത് കുറച്ചുകൂടി ഡിജിറ്റൈസ് ചെയ്യും, കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യും. പക്ഷേ എന്നാൽ ഇതിനകത്ത് കുറേ ഫോൾട്ടുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വരേണ്ടത്. പിന്നെ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ നമ്മുടെ നാട്ടിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിനുള്ള ആക്സസിബിലിറ്റി കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ ക്രിമിനൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ സാക്ഷി ആപ്പ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഉള്ള പോയിന്റ്സ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എഡിറ്റോറിയൽ ഉള്ളൊരു ന്യൂസാണ്. അത് നമ്മുടെ ഇന്ത്യ നീഡ്സ് ദ ആങ്കർ ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ദ ഗവൺമെൻറ് ഫേസസ് എ ലോങ് സ്റ്റാൻഡിംഗ് ആൻഡ് കോംപ്ലെക്സ് national security challenges. Critical decisions are made, including whether to invest in a new aircraft carrier, implement തിയേറ്ററൈസേഷൻ, നമുക്കറിയാം തിയേറ്ററിക്കൽ കമാൻഡ് ഒക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് മാനേജ് സ്ട്രാറ്റജിക്കൽ റിലേഷൻസ് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് അഡ്രസ് ഗ്രോയിങ് കോമ്പറ്റീഷൻ വിത്ത് ചൈന. പിന്നെ ഗീവൺ ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഡിമാൻഡ്സ് ഓൺ റിസോഴ്സസ് ആൻഡ് അറ്റൻഷൻസ്, എന്താണ് ഇതിനൊരു പ്രോപ്പർ അപ്രോച്ച് വേണം. ഓക്കെ, ഈ റിസ്ക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ കോംപ്രിഹെൻസീവ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ. നമ്മൾ ഈ ഉള്ള ദിവസങ്ങളിലെ ആർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നലെ സെറോഗസിനെ കുറിച്ച് നോക്കി, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ചൈൽഡ് വെൽഫെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എല്ലാം ഈ ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് എങ്ങനെ പ്രോപ്പറായിട്ട് ഗവർണൻസ് കൊണ്ടുവരണം, എന്തൊക്കെയാണ് ആൾക്കാർ അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് എ പബ്ലിക് എക്സ്പെക്ടേഷൻ അബൌട്ട് എ ന്യൂ ഗവൺമെൻറ് എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ എഡിറ്റോറിയലിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ടോപ്പിക്കെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഒരു സെക്യൂരിറ്റി സ്ട്രാറ്റജി, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു എഡിറ്റോറിയലാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് സിനാരിയോ എന്താണ് ഈ നാഷണൽ സെക്യൂരിറ്റിയുടെ കേസിൽ? ഓക്കെ, ആബ്സെൻസ് ഓഫ് ഫോമൽ സ്ട്രാറ്റജി നമുക്കില്ല. അപ്പം ചില പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു കോമൺ ആയിട്ട് ഉള്ളൊരു ഫോമൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ആബ്സെൻ്റ് ആണ്. പിന്നെ ആഡ് ഹോക്ക് ഡിസിഷൻ മേക്കിംഗ്, ഓൺ ദ സ്പോട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കേപ്പബിലിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഓഫൺ ഡിസൈഡഡ് ത്രൂ നെഗോസിയേഷൻസ് എമംഗ് മിലിറ്ററി സർവീസസ് വിത്തൗട്ട് യൂണിഫൈഡ് സ്ട്രാറ്റജിക് വിഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് വിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് കൺഫൈൻഡ് ടു എ ഫ്യൂ ഇൻഡിവിജ്വൽസ് അറ്റ് ദ ടോപ്പ്, limiting transparency and leading to reactive rather than proactive policy making.
അപ്പോൾ ഇമ്പറേറ്റീവ് ഫോർ എ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പോണ്ടിങ് ടു സ്ട്രാറ്റജിക് റിസ്ക് ആണ്. ഒന്നെന്ന് പറയുന്നത് ഗ്ലോബൽ ചാലഞ്ച് ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈസിങ് ത്രെറ്റ്സ് ഫ്രം ചൈനയുണ്ട്. പിന്നെ എമേർജിങ് ടെക്നോളജീസ് ഇൻ വാർഫെയർ. നമുക്ക് അറിയാം, ഈവൻ ദോ വി ആർ ഡെവലപ്പിംഗ് ഇൻഡിജിനസ് വെപ്പൺ സിസ്റ്റംസ്, നമ്മുടെ വെപ്പൺ സിസ്റ്റംസ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ ടെക്നോളജി ഭയങ്കര കുറവാണ്, ഭയങ്കര ഒരു അണ്ടർ ഡെവലപ്ഡ് ആണ്. നമുക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിൽ നമുക്ക് കിട്ടാറില്ല. ഓക്കെ, നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ള USSRൻ്റെയും അല്ലെങ്കിൽ റഷ്യയുടെ ടെക്നോളജി ട്രാൻസ്ഫേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. US-ൻ്റെയോ അല്ലെങ്കിൽ UK-യുടെ ഒക്കെ ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ കൂടുതൽ അവരുമായിട്ടുള്ളൊരു കൊളാബറേഷൻസ് അത്രയും രീതിയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ റൈസിങ് ത്രെറ്റ്സ് ഫ്രം China's rapid naval expansion and economic influence in South China present significant challenges. പിന്നെ emerging technologies in warfare എന്ന് പറയുമ്പോഴേക്കും conflicts such as those in Ukraine and Gaza introduce new tactics, പിന്നെ technologies that could impact India's security environment. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്താണ്? ഒന്നെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അസസ്മെന്റ് ആണ്. പീരിയോഡിക് റിവ്യൂ അതിനകത്ത് വരും. റെഗുലർലി അസസിങ് ത്രെറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ഇൻക്ലൂഡിംഗ് ലോങ് ടേം റിസ്ക് ലൈക്ക് ചൈനാസ് നേവൽ ഗ്രോത്ത്. പ്രൊആക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അഡ്രസ്സിംഗ് പൊട്ടൻഷ്യൽ ത്രെറ്റ്സ് ബിഫോർ ദേ ബിക്കം ഇമ്മീഡിയറ്റ് ഓർ സിവിയർ. പിന്നെ കൊഹറന്റ് ഫ്രെയിംവർക്ക് ഫോർ ലോങ് ടേം പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ബ്ലൂ പ്രിന്റ് കൊടുക്കും. അതായത് ഒരു ക്ലിയർ ഫ്രെയിംവർക്ക് ഉണ്ട്, എവിടെ നമുക്ക് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ തിയേറ്ററിക്കൽ കമാൻഡിന്റെ കേസിൽ നമുക്കറിയാം, ഒരു ട്രൈ കമാൻഡ് ഏരിയ എന്ന് വേണം നമുക്ക് പറയാം. എല്ലാ റിസോഴ്സസും, മിലിറ്ററി പരമായിട്ടുള്ള എല്ലാ റിസോഴ്സസും അലോക്കേറ്റ് ചെയ്യുന്ന കമാൻഡുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ഏരിയയിലുള്ള ത്രെറ്റിനെ നമുക്ക് എല്ലാ തരത്തിലും എയർ, നേവൽ അല്ലെങ്കിൽ ലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ത്രെറ്റും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ അതുപോലത്തെ സ്ട്രാറ്റജീസ് വേണം നമ്മൾ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസിന് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും ഊന്നൽ കൊടുക്കാനായിട്ട്. ഓക്കെ, എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂസ് ആണ്. പ്രിവെൻറ്റിംഗ് ദ വേസ്റ്റ് ഓഫ് റിസോഴ്സ് ഓൺ പ്രോജക്ട്സ് വിത്ത് ലിമിറ്റഡ് സ്ട്രാറ്റജിക് വാല്യൂ, എൻഷുറിംഗ് കേപ്പബിലിറ്റീസ് ആർ ബിൽഡ് സിസ്റ്റമാറ്റിക്കലി. പിന്നെ എഫക്റ്റീവ് സിഗ്നലിംഗ് ടു അലൈസ് ആൻഡ് അഡ്വേഴ്സറീസ്. ഇപ്പോൾ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലാരിഫൈങ് ഇന്ത്യാസ് റോളിംഗ് റീജിയണൽ സെക്യൂരിറ്റി ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഓൺ ഇഷ്യൂസ്. അതായത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള ബാക്കി കൺട്രീസിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ് ആക്ച്വലി ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, വി ആർ ദ ബിഗ് ബ്രദർ ഇൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. അത് നമ്മുടെ ഏരിയ ആണ്. അവിടെയുള്ള നേവൽ എക്സ്പാൻഷനൊക്കെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പോളിസീസിലും ചേഞ്ചസ് വരും. നമ്മുടെ അതനുസരിച്ചുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യും. അപ്പം അലൈസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും ഇന്ത്യയുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് ലോകത്തോട് അറിയിക്കാനായിട്ടും ഇങ്ങനൊരു സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആവും. ഓക്കെ, പിന്നെ എൻഹാൻസ്ഡ് കോർഡിനേഷൻ വിത്ത് ഗവൺമെന്റ്, ഇൻറ്റഗ്രേറ്റഡ് എഫേർട്ട് എന്ന് പറയുമ്പോൾ എന്താ? അലൈനിങ് ദ വർക്ക് വിത്ത് മിലിറ്ററി ബ്രാഞ്ചസ് ആൻഡ് വേരിയസ് ഗവൺമെന്റ് ഏജൻസീസ് അണ്ടർ കോമൺ ഗോൾസ്. ഡെയിലി കോർഡിനേഷൻ വരുമ്പോൾ പ്രൊമോട്ടിംഗ് റുട്ടീൻ കോപ്പറേഷൻ എമംഗ് മിനിസ്ട്രീസ് ഓഫ് ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹ്യൂമൻ അഫയേഴ്സും പിന്നെ ഇന്റലിജൻസ് ഏജൻസീസും. അപ്പോൾ നമ്മൾ ഈ തിയററ്റിക്കൽ കമാൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ആർമിയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പോളിസി ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോകുമ്പോഴേക്കും ഡിഫറെൻറ്റ് മിനിസ്ട്രീസിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്ത് അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ്ഡ് ആവും. ഒന്നെന്ന് പറയുന്നത് മേക്കിംഗ് നാഷണൽ സെക്യൂരിറ്റി പോളിസീസ് ക്ലിയർ ആവും പാർലമെന്റിന്, എൻഹാൻസിങ് ഗവൺമെന്റൽ അക്കൗണ്ടബിലിറ്റി, ഒരു ട്രാൻസ്പെറൻസി ജനറേറ്റ് ചെയ്യാം. അതായത് ഒരു പോളിസി ജനറേറ്റീവ് ആണെങ്കിൽ ഇങ്ങനൊരു സ്ട്രാറ്റജി ഇൻ പ്ലേസ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ഇവിടെയുള്ള പാർലമെന്റേറിയൻസിനും പൊളിറ്റീഷ്യൻസിനും ഒരു ക്ലാരിറ്റി കിട്ടും. പെർഫോമൻസ് ഇവാലുവേഷൻ പ്രൊവൈഡിങ് എ ബെഞ്ച് മാർക്ക് ഫോർ അസസിംഗ് ദ ഗവൺമെന്റ്സ് എഫക്റ്റീവ്നെസ് ഇൻ സേഫ് ഗാർഡിംഗ് നാഷണൽ സെക്യൂരിറ്റി. പിന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്? പ്രൈം മിനിസ്റ്റർ സ്ട്രോങ് നാഷണൽ സെക്യൂരിറ്റി ഷുഡ് ബി ഇഷ്യൂഡ് പബ്ലിക്ലി വിത്ത് എൻഡോഴ്സ്മെന്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ടു എൻഷുർ വൈഡ് ഗവൺമെന്റ് സിങ്ക്രണൈസേഷൻ ആൻഡ് ക്രെഡിബിൾ സിഗ്നലിംഗ്. അതായത് ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും അതിനൊരു പബ്ലിക് റെക്കഗ്നീഷൻ കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഗൈഡൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇങ്ങനൊരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്ന രീതിയിലാണ് നമ്മളൊരു തിങ്ക് ടാങ്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തത്, നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗ് എങ്ങനെയാണോ നമ്മൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീനെ പ്ലാൻ ചെയ്തത്, അതുപോലെ വേണം ഇങ്ങനൊരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ വരുമ്പോഴേക്കും അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസിനെ
ഏത് ബേസിസിലാണ് എടുക്കേണ്ടതെന്നുള്ളത് തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങനൊരു സ്ട്രാറ്റജി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റിയിൽ കൊടുക്കുമ്പോഴേക്കും കൺസിഡറിങ് നാഷണൽ സെക്യൂരിറ്റി ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് റാദർ ദാൻ ത്രൂ എ ഫ്രാഗ്മെന്റഡ് അപ്രോച്ച് ഇൻ ഇൻഡിവിജ്വൽ റിഫോംസ് ഓർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കൺട്രി ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിന്, അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ എൻഷുറിംഗ് ദാറ്റ് ഡിസിഷൻസ് ഓൺ കേപ്പബിലിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സ്ട്രാറ്റജിക് റിലേഷൻസ് കോൺട്രിബ്യൂട്ട് ടു ലോങ് ടേം നാഷണൽ റോൾസ്. അപ്പോൾ അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് റാഫേൽ ജെറ്റ് ഇതിൻ്റെ ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റഫേൽ നമ്മൾ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിച്ചെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് സുഖോയ് MK-30 ആണ്. സുഖോയ് MK-30 എന്ന് പറയുന്നത് മോർ ദാൻ 50 years ഓൾഡ് ആയിട്ടുള്ള ഒരു ജെറ്റാണ്. അപ്പം അത് ആക്ച്വലി ഫ്ലൈയിങ് കോഫിൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ എയർഫോഴ്സിന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു 4.5 ജനറേഷനിലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് വേണം, കൂടുതൽ മാനുവറബിലിറ്റി ഉള്ള ഒരു ജെറ്റ് വേണം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ആക്ച്വലി റാഫേൽ എന്ന് പറയുന്നതിലോട്ട് പോയത്. ഓക്കെ, പക്ഷേ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇത്ര 20 years അല്ലെങ്കിൽ 50 years കഴിയുമ്പോൾ നമ്മൾ പുതിയ എയർ ഫ്ലീറ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കണം, നമ്മുടെ ടെറൈൻ നമ്മൾ നോക്കണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് നോക്കിയിട്ട് അതിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഫൈറ്റർ ജെറ്റ് നമ്മൾ ഓൾറെഡി എങ്ങനത്തെ ക്രൈറ്റീരിയസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉള്ളതിൻ്റെ ഒരു ഗുണം. അപ്പം എവിടെയാണ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ആണ് വാങ്ങിക്കേണ്ടത്, ഏതാണ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിക്ക് ഉത്തമമായിട്ടുള്ള എക്യുപ്മെൻറ്റ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു സ്ട്രാറ്റജി നമുക്ക് വേണം. ഇതിൽ ഉള്ള ചാലഞ്ചസ് എന്താണ്? റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. എന്താണ്? അഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഓപ്പറേഷണൽ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഓവർകമ്മിങ് ബ്യൂറോക്രാറ്റിക് ഇനേർഷ്യ. നമുക്കറിയാം ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ് ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് കൺട്രിക്ക് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു എല്ലാ ഡിഫറെൻറ്റ് മിനിസ്ട്രീസിനെ ഈ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്താണ്, എല്ലാ മിനിസ്ട്രീസും അതുപോലെ തന്നെ എല്ലാ മിലിറ്ററി വിങ്ങിൻ്റെയും കോർഡിനേഷനോടെയാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസുമാണ്, കുറേ പേപ്പർ വർക്ക് വരും. അപ്പം ഇതിനെല്ലാം ഒരു സീംലെസ് ആയിട്ടുള്ളൊരു കോപ്പറേഷനിലോട്ട് ഇത് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ DNA അനാലിസിൽ കൂടുതലുണ്ടായിരുന്ന ടോപ്പിക്കുകൾ. എല്ലാം മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസുകളാണ്. പിന്നെ നമുക്ക് വരുന്നത് സ്പീക്കറിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. അത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫെക്ഷനെ കുറിച്ച് നോക്കുക, ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് നോക്കുക, പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് നോക്കുക. അതൊക്കെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.